അങ്ങനെ നമ്മുടെ രവിക്ക് ശ്രുതിയുടെ എല്ലാ കള്ളത്തരം മനസ്സിലാവേണ്ട ആ സമയത്ത് നമ്മുടെ ശ്രുതിയോട് രവി ചോദിക്കുന്നുണ്ട്, പറയുന്നത് മുഴുവന കള്ളത്തരം, എന്താ നിൻ്റെ മനസ്സിലെ ഉദ്ദേശം എന്നൊക്കെ നമ്മുടെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. പിന്നെ നേരെ ചെല്ലുന്ന നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതിയോട് പറയുന്നത്, രണ്ടാളും കൂടി ചേർന്നിട്ടാണ് ഈ നാടകം മുഴുവൻ ഇവിടെ അരങ്ങേറിയത്, നീ പറ, നിനക്കും കൂടി എല്ലാം അറിയായിരുന്നു എന്നൊക്കെ നമ്മുടെ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നു. ശ്രുതി പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ സച്ചി ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അവളെല്ലാ പോക്കരിത്തരത്തിനും കൂട്ടു നിന്നിട്ട് ഇപ്പം എന്താ മിണ്ടാതിരിക്കുന്നു, അതോ അവൾ ചെയ്തത് എല്ലാം ശരിയാച്ചിട്ട് വായിൽ പഴം തിരികിയിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചന്ദ്രനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എല്ലാതും നിങ്ങൾ അറിഞ്ഞിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ചന്ദ്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ചന്ദ്രൻ വേഗം നീട്ടിയിട്ട് നമ്മുടെ ശ്രുതിനെ ഇട്ടിട്ട് പോയി 4 കൊടുത്തിട്ട്, എടി കള്ളത്തി, എങ്ങനെയാണ് ഇങ്ങനെ കള്ളത്തരം പറയാൻ തോന്നുന്നത്, നീ എവിടുന്നാടി വരുന്നത്, നിനക്ക് എങ്ങനെ ഇങ്ങനെ കള്ളത്തരം പറയാൻ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സോഫയിലേക്ക് ഇട്ടിട്ട് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് ഇവിടുന്ന് കടന്നു പോകാൻ പറയുന്നുണ്ട്. ആ സമയത്ത് രവി നമ്മുടെ ശ്രുതിനെയും പിടിച്ചിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയോട്, നീ വെച്ചാൽ ഇവന് ഭയങ്കര ജീവന, ഇവനോട് നീ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്, എനിക്കൊരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു, 3 മക്കൾക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ഭാര്യക്കന്മാരെ കിട്ടി എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം എല്ലാം തകർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ചന്ദ്ര വേഗം ശ്രുതിനെ പിടിച്ച് വലിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പുറത്തേക്ക് തള്ളിയിട്ട് പറയുന്നുണ്ട്, ഇനി മേലെ ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകണ്ട. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഇത്തവണത്തെയും കൂടി എന്നെ മാപ്പാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ചന്ദ്ര ഒന്നും ശ്രദ്ധിക്കാതെ ഉള്ളിലേക്ക് പോകേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.